നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചെന്ന പരാതിയിന്മേൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് നടനും എംഎൽഎയുമായ മുകേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ പോലീസ് കേസെടുത്തത്. കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധവും മാർച്ചുമൊക്കെ നടന്നത് കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള വീടിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ വീട്ടിൽ അദ്ദേഹം ഉണ്ട് എന്നാണ് സൂചനകൾ. ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല, പക്ഷേ ആ വീട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തെ വീടിന്റെ ദൃശ്യങ്ങൾ കാണാം. അതേസമയം അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. IPC 376(1) ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ച് കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടെയാണ് കേസെടുത്തത്. മുകേഷിന് പുറമെ ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റുള്ളവർക്കെതിരെ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നടിയുടെ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്ു. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിന്റെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗികമായ അതിക്രമം നടത്തിയതിന് IPC 354, 354A, 509 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത്. പീഡനാരോപണത്തിൽ കേസെടുത്തതോടെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി. മുകേഷ് രാജിവെക്കണമെന്ന് CPI നേതാവ് ആനി രാജ പറഞ്ഞു. കേസെടുത്തതോടെ CPM നിലപാടും നിർണായകമായി. എന്തായാലും മുകേഷിനെതിരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.